കുറച്ച് പേർക്ക് നോമ്പ് എടുക്കുന്നത് റിസ്ക് ആണ്. മുലയൂട്ടുന്ന അമ്മമാര്, പ്രഗ്നന്റ് ലേഡീസ്, ഗർഭിണികള്, അതേപോലെ തന്നെ ഒരു ഹാർട്ട് പേഷ്യന്റ്, ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻസ്, അവരൊക്കെ നോമ്പ് എടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. മിക്ക ഹാർട്ട് പേഷ്യന്റ് ഒരു ആളെ ആസ്പിരിനോ ക്ലോപ്പിഡോഗ്രോ പോലത്തെ മെഡിസിൻ കഴിക്കുന്നുണ്ടാവും. രക്തത്തെ നേർമയാക്കുക എന്നുള്ളതാണ്. ധമനികളിൽ കൂടെ രക്തം ശരിക്ക് എല്ലാ കോശങ്ങളിലും എത്തണം. പക്ഷെ രക്തധമനികളിൽ കൂടെ രക്തപ്രവാഹം ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ക്ലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ ക്ലോട്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ പോലുള്ള മെഡിസിൻ നമ്മൾ കഴിക്കുന്നത്. നോയമ്പ് 10-12 മണിക്കൂർ നമ്മൾ വെള്ളം കുടിക്കാതെ ആവുമ്പോൾ ഡീഹൈഡ്രേഷൻ വരും. അപ്പൊ ക്ലോട്ടിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു കാർഡിയാക് പേഷ്യന്റ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇനി അഥവാ അവർ നോമ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ ഈവനിങ് ടൈമിൽ നോമ്പ് തുറന്ന ഉടനെ തന്നെ നല്ലോണം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇൻസുലിൻ എടുക്കുന്നത് തന്നെ നമ്മൾ ശരിക്കും 3/4 ഇൻസുലിൻ നോമ്പ് തുറക്കുമ്പോഴും 1/4 അത്താഴത്തിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്.